ഹായ് ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുനാരങ്ങയെക്കുറിച്ചുള്ളതാണ്. എല്ലാവർക്കും ചെറുനാരങ്ങ അറിയാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ എങ്ങനെ ഫ്രഷായി സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ചെറുനാരങ്ങ കുടിക്കാനായും അച്ചാറായും വീട്ടിലെ ക്ലീനിങ് ഏജൻറ്റായും ഒക്കെ മലയാളിയുടെ ദിനചര്യയിലെ പ്രധാന ഭാഗമാണ് നമ്മുടെ ചെറുനാരങ്ങ. വെറുതെ നിറം നോക്കി മാത്രം ഈ ചെറുനാരങ്ങ തിരഞ്ഞെടുക്കരുത് കേട്ടോ. നല്ല നീരുള്ള, പഴുപ്പ് അധികമാകാത്ത ചെറുനാരങ്ങയാണ് കടകളിൽ നിന്നും വാങ്ങേണ്ടത്. പക്ഷേ എത്ര നോക്കി വാങ്ങിയാലും ചെറുനാരങ്ങ പ്രതീക്ഷിക്കുന്നതിലും വളരെ വേഗം നമുക്ക് ഉണങ്ങിപ്പോകാറുണ്ട് അല്ലേ? ചെറുനാരങ്ങ ശരിയായ രീതിയിൽ സംഭരിച്ചില്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴേക്കും ഇത് വാടിപ്പോകും. പിന്നീട് പതുക്കെ ഇത് ഉണങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഉണങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ചെറുനാരങ്ങ വായു കടക്കാത്ത പാത്രത്തിലോ ക്രിസ്പർ ഡ്രോയറിലോ അടച്ച പ്ലാസ്റ്റിക് ബാഗിലോ സൂക്ഷിച്ചാൽ ഫ്രിഡ്ജിൽ ഇത് 1 മാസത്തോളം നിലനിൽക്കും. അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ ഊഷ്മാവിൽ സൂക്ഷിച്ചാൽ നാരങ്ങ ഒരാഴ്ച വരെ നിലനിൽക്കും. പഴുത്ത നാരങ്ങകൾ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. പച്ചനാരങ്ങയാണെങ്കിൽ പഴുക്കുന്നത് വരെ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ തണുത്ത താപനില ഇവയെ ഫ്രഷായി നിലനിർത്തുകയും അതുപോലെ നാരങ്ങ വെള്ളത്തിലിട്ട് കുപ്പിയിൽ ആക്കി മൂടി വയ്ക്കുകയും ചെയ്യാം. ചെറുനാരങ്ങ പേപ്പറിലോ പിന്നീട് ഉപയോഗിക്കാവുന്ന മെഷ് ബാഗുകളിലോ സൂക്ഷിക്കുക. ഇവ മറ്റു പഴങ്ങൾക്കൊപ്പം ഒരിക്കലും സൂക്ഷിക്കരുത്. ഇനി നമുക്ക് നാരങ്ങയുടെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാലോ? അപ്പോൾ തണുപ്പിൻ്റെ ദൈർഘ്യവും കാഠിന്യവും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. നാരങ്ങയിലെ വിറ്റാമിൻ സി ഇൻഫ്ലുവൻസ വൈറസ് മൂലമുണ്ടാകുന്ന രക്തക്കുഴലുകൾക്കുള്ള കേടുപാടുകൾ കുറയ്ക്കുന്നു. ജലദോഷത്തിനും പനിക്കുമെതിരെ പോരാടാൻ നാരങ്ങ സഹായിക്കുന്നു. വിറ്റാമിൻ സി ദഹനം പെട്ടെന്ന് നടത്താൻ സഹായിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഒരു നുള്ളു തേനും നാരങ്ങയും ചേർത്ത ശേഷം ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് തൊണ്ടവേദനയ്ക്ക് നല്ലതാണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശരീരത്തിലെ ക്യാൻസറിൻ്റെ സാധ്യത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ചെറുനാരങ്ങ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ തലവേദനയ്ക്ക് ആശ്വാസവും ലഭിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.